ഇന്ന് നമുക്കിവിടെ പെസഹ പാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പ് തേങ്ങയുടെ കട്ടിയുള്ള പാൽ ഒന്നാം പാലും 1/2 കപ്പ് തേങ്ങയുടെ രണ്ടാം പാലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ 2.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 250 ml കപ്പിൽ 1 കപ്പ് ആണ് അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ പിഴിയുമ്പോൾ നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ നമ്മൾ അധികം വെള്ളം ഒഴിക്കാതെ പിഴിഞ്ഞെടുക്കണം. പിന്നെ രണ്ടാം പാൽ അല്പം വെള്ളം ഒഴിച്ച് തേങ്ങ പിഴിഞ്ഞെടുക്കണം. അങ്ങനെ 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി വേണം. പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര വേണം. ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇതിന് നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഏലക്കായയും ചുക്കുമാണ്. ഒരു ചെറിയ കഷ്ണം ചുക്കും ഒരു 10 ഏലക്കായും വേണം. ഇത് തൊണ്ട് കളഞ്ഞ് നമുക്ക് പഞ്ചസാര കൂട്ടി പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജീരകം വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ജീരകം ചേർക്കണില്ല. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പെസഹ പാൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരിപ്പൊടിയുടെ കട്ടയൊക്കെ നന്നായിട്ട് ഉടയ്ക്കണം. അതിന് ശേഷം മാത്രമേ നമ്മളിത് അടപ്പത്ത് വെച്ച് പെസഹ പാൽ തയ്യാറാക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് തേങ്ങാപ്പാലും പഞ്ചസാരയും അരിപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പത്ത് വെച്ചിട്ട് പാൽ തയ്യാറാക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് വേണം നമ്മൾ അടപ്പത്തേക്ക് വെക്കാനായിട്ട്. അരിപ്പൊടിയൊക്കെ നന്നായിട്ട് ഇതിൽ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്ത് പെസഹ പാൽ തയ്യാറാക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ പെസഹ പാൽ അടപ്പത്തേക്ക് വയ്ക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഒരേ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. വലത്തോട്ട് മാത്രം ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി. അത് മധുരം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഉപ്പ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് വേണ്ടാന്നുള്ളവർക്ക് ഉപ്പ് ചേർക്കാതെ ഇരിക്കാം. അപ്പോൾ നമ്മുടെ പാലടപ്പത്ത് വെച്ചിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നന്നായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഏലക്കായും ചുക്കും അല്പം പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അരിച്ചിട്ട് പെസഹ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പാട പിടിക്കും. ഇപ്പം നമ്മുടെ പാൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല കൊഴുപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും ചുക്കും പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാൻ. അല്പം പാലിൽ കലക്കിയാണ് ചേർക്കുന്നത്. ഇത് കട്ട കൂടിക്കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്പം പാലൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുക്കും ഏലക്കായും പൊടിച്ചത് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് പാലിൽ കലക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പെസഹ പാൽ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം.
ഇത് ചൂടാറുന്നത് വരെ ഇങ്ങനെ ഒരേ ഡയറക്ഷനിലേക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പാട കിട്ടും. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. പെട്ടെന്ന് ചൂടാറണം എന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഇത് അങ്കമാലി സൈഡിലുള്ള റോമൻ കത്തോലിക്കരുടെ ഇടയിൽ തയ്യാറാക്കുന്ന പെസഹ പാലാണ്. പലയിടത്തും പല രീതിയാണ്. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കാം.